और अच्छे से आराधना करने के लिए प्रभु ने उन्हें सहायता किया है, इसलिए प्रभु को धन्यवाद करता हूँ। आज अकेला गाना गा रहा था, वही सुनो। कभी भी पीछे से भी कुछ सपोर्ट मिलता था, लेकिन आज अकेला ही गाया है। तो भी प्रभु उन्हें बहुताई से आशीष करे। अब उनके लिए प्रार्थना करता हूँ। आने वाले दिनों में प्रभु और भी सामर्थ्य और आशीष और अनुग्रह दे। प्रेज द लॉर्ड। और उनके लिए, उनके परिवार के लिए हम प्रार्थना करेंगे। प्रेज द लॉर्ഡ്। ആമേൻ. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വൽക്കാലം കടന്നു വർഷം ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. ആമേൻ. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രണ്ടുപേരും ഒരുമിച്ച് ആരാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിദാസി ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോബി. आवाज आ रहा है मेरा? ആ കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आगे सभी लोगों को प्रभु यीशु मसीह के नाम से प्रेम भरा हुआ सलाम। ഒരു ദിവസം കൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. और एक दिन जो परमेश्वर ने हमको दिया, इस परमेश्वर को धन्यवाद देते हैं। കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ പരിപാലിച്ചു. पिछले दिनों में सब परमेश्वर ने हमें सहायता किया। ഈ ആഴ്ചയുടെ ആരംഭം മുതൽ ഈ അവസാന ദിവസമായ ശനിയാഴ്ച വരെ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. ये हफ्ता का शुरुआत से लेके ये शनिवार के दिन तक परमेश्वर ने हमें सहायता किया है। പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവം കൈവിടാതെ കാത്തു പരിപാലിച്ചു. कई प्रकार के मुश्किल समस्या आने के समय परमेश्वर ने सहायता किया है। എങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. लेकिन परमेश्वर ने जो हमको सहायता किया, एक साथ आराधना करने, इस परमेश्वर को धन्यवाद देता हूँ। എനിക്ക് തോന്നുന്നു ഇപ്പൊ ചൂട് കൂടിയതുകൊണ്ടായിരിക്കും ആൾക്കാര് രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. हो सकता है भी गर्मी की वजह से जो है लोग को उठने नहीं हो रहा है। നമുക്ക് പ്രത്യേകിച്ച് ചൂടായാലും മഴയായാലും തണുപ്പായാലും എല്ലാത്തിനും ദൈവത്തോട് കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. हमको गर्म हो या ठंडा हो, हमेशा हमको परमेश्वर को कंप्लेंट बोलने के लिए ही है। കാരണം മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഭയങ്കര മഴയാ. क्योंकि बारिश होगा तो हम बोलेंगे बहुत बारिश है। ചൂടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ചൂട് കൊണ്ട് ബുദ്ധിമുട്ടാണ്. गर्मी है तो बहुत गर्मी है बोलेंगे। എങ്കിലും ഈ കാലാവസ്ഥകളെല്ലാം നമുക്ക് അനിവാര്യമാണ്. परंतु ये सभी मौसम हमको चाहिए। ഉണ്ടെങ്കിലും ഇപ്പോ ഇച്ചിരി ചൂട് എല്ലാ സ്ഥലങ്ങളിലും ഇച്ചിരി കൂടുതലാണ്. परंतु गर्मी अभी हर जगह जरूरी है। എങ്കിലും ഇനിയും ഈ ഒരു മാസം കൂടെ ഉണ്ട്, അടുത്തൊരു अभी മാസം और കൂടെ एक ഉണ്ട് महीना നമുക്ക്. भी है, और एक अगले महीना तक भी है। ഈശ്വരോട് ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर सबको आशीष दे। ഈശ്വരോട് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. श्रेष्ठ प्रभु के दासों के लिए धन्यवाद देता हूँ। ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर सभी लोग को आशीष दे। നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. हम प्रार्थना के साथ रहेंगे। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ചതായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ ദൈവം ഒരുക്കണം. परमेश्वर जो है पिछले दिनों बात के, परमेश्वर आज भी हमसे बातें करेंगे। എന്നാൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. लेकिन हम परमेश्वर के चरणों में परमेश्वर हमसे बात करेंगे। डिस्टर्बेंस होता है क्या? ഓക്കെ. നമുക്കിത് വൈകാലം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. हम आज परमेश्वर के वचन की ओर हमारे ध्यान को हम बढ़ाएंगे। മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. मत्ती किताब उसका 28 अध्याय उसका 18। മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. मत्ती 28 उसका 18 आयत। അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. यीशु ने उनके पास आकर कहा कि स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है। അവൻ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു
इसीलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो। ദൈവത്തിന്റെ വചനം ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്ന ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ്. हम परमेश्वर का वचन पिछले दिनों हम देख के आए थे मसीह जिंदगी के बारे में। ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനിടയായി ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ ജീവിതം. हम देखे थे मसीह का जिंदगी मतलब आयकारी जिंदगी है। അപ്പോ അനുസരണത്തിന്റെ ജീവിതമാകുന്ന ക്രിസ്തീയ ജീവിതം और जो है आयकारी होना मसीह जिंदगी, ആമേൻ അത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ശക്തി वो आगे बढ़ने के समय अगला जो हमें मिलता है वो है शक्ति അല്ലെങ്കിൽ അധികാരം. या फिर अधिकार। ആമേൻ ഇവിടെ ആമേൻ നാം കാണുന്നത് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടും സംസാരിക്കുന്ന അല്ലെങ്കിൽ തന്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് വായിച്ചത്. यहाँ पे हम देखते हैं कि यीशु मसीह जो बात करते हैं एक वेद पुस्तक है हम देखते हैं। അതായത് യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള വാക്കുകൾ. मतलब मसीह के आखिरी बातें जो स्वर्गारोहण होने के पहले वाली बातें। അതിനു മുമ്പ് ശിഷ്യന്മാരെ ചിലത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്നത്. उससे पहले शिष्यों से कुछ बोल के जा रहे हैं। അപ്പൊ യേശു പറഞ്ഞത് ആമേൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച കർത്താവ്, जो स्वर्ग और पृथ्वी का सारा अधिकार पाया परमेश्वर, ആ കർത്താവ് തന്റെ ജനത്തോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുന്നു ആമേൻ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എനിക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ പുറപ്പെടുക. तो परमेश्वर कहते हैं कि स्वर्ग और पृथ्वी का सारा अधिकार मुझे मिला है इसलिए तुम ना जाओ। അപ്പോ ഇവിടെ ഒരു ആമേൻ അധികാരം അല്ലെങ്കിൽ ഒരു ശക്തി അവിടെ ദൈവം തന്റെ ജനത്തെ നൽകുന്നു. तो यहाँ पे एक अधिकार एक शक्ति परमेश्वर अपने लोगों को देते हैं। എന്നാൽ ഈ ശക്തി എപ്പോഴാ ലഭിക്കുന്നത്? और तो ये शक्ति कब मिलता है? ഈ ശക്തി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് तो ये शक्ति जो प्राप्त करेंगे परमेश्वर का वचन हमसे वादे करता है। തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ താൻ പറഞ്ഞൊരു വാക്ക് അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെടുത്തുന്നുണ്ട്. अपने शिष्य से बात करने के समय एक बात जो उन्होंने बोला प्रेरित पौलुस का वचन वो बताता है। അവൻ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ जो है प्रेरित किताब उसका 1 का 8 पढ़ने के समय അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. वहां पे लिखा है कि जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे। ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ അവൻ ശക്തി പ്രാപിക്കുന്നു. एक परमेश्वर के बच्चे में जो है परमेश्वर की आत्मा तो शक्ति प्राप्त करता है। കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാതെ നമുക്ക് ആ ശക്തി ലഭിക്കാൻ സാധ്യമല്ല. क्योंकि पवित्र आत्मा का जो है नहीं सामर्थ नहीं रहेगा तो हम शक्ति नहीं प्राप्त करेंगे। അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവൻ ശിഷ്യന്മാർ അല്ലെങ്കിൽ പത്രോസിന്റെ അനുഭവം നോക്കുമ്പോൾ നമുക്കറിയാം. और उसमें का एकदम जरूरी बात है हम जो शिष्यों का हम बारे में बात करते हैं तो ആ പത്രോസിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവൻ നിസ്സാരമായ ആൾക്കാരുടെ മുമ്പ് പോലും ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. हम पत्रकार में देखते हैं कि वो साधारण व्यक्तियों के सामने भी एकदम डरा हुआ रहता है करके। ഏറ്റവും സാധാരണമായ ആൾക്കാരുടെ മുമ്പ് നിന്നുകൊണ്ട് പോലും യേശുവിനെ കുറിച്ച് പറയുവാൻ ഏറ്റവും ഭയപ്പെട്ട വ്യക്തി. एकदम साधारण लोगों के ईश्वर रहने के समय भी जो है वो यीशु मसीह के बारे में बात करने के लिए डरता है। എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. मतलब यीशु मसीह के बारे में बात करेगा तो जीवन तक नष्ट हो सकता है। അങ്ങനെ भयപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. वैसे डरा हुआ है व्यक्ति पतरस। ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. आज हमारे आजू बाजू हम देखेंगे तो हम देख पाएंगे അനേക സ്ഥലങ്ങളിൽ സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കുന്നത് കൊണ്ട് പലരും ഭയപ്പെട്ടിരിക്കുക. हर एक जगह में जो है जो समाचार बोलने वाले खड़े हो गए इसलिए डरे हुए हैं। കാരണം സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ ജീവൻ ആപത്തെന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. क्योंकि सुषमाचार्य बोलेगा तो कि जेल में डालेंगे ऐसा डरे हुए वैसा एक इसमें बैठे हैं। എന്നാൽ ദൈവവചനം പറയുന്നു നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആ ഭയപ്പാട് മാറിപ്പോകും. परंतु परमेश्वर वचन कहता है कि तुम वो शक्ति प्राप्त करते हो तो वो भय दूर होता है। അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് इससे यीशु मसीह ने कहा എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് पवित्र आत्मा तुम पर आने के समय तुम शक्ति प्राप्त करते हुए യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. यरूशलेम यहूदिया और दुनिया के अंत तक मेरा गवाही रहोगे। യേശുവിന്റെ സാക്ഷി ആകണമെങ്കിൽ ശക്തി ലഭിക്കണം.
यीशु मसीह का गवाही होना है तो तुम्हें शक्ति प्राप्त करना है। സുവിശേഷം പറയണമെങ്കിൽ ഈ ശക്തി ലഭിച്ചേ മതിയാവും. अगर जो है इस वचन को देना है तो ये शक्ति प्राप्त होना जरूरी है। അല്ല എങ്കിൽ നമ്മൾ ഭയപ്പെട്ടിരിക്കും. नहीं तो हम डरे हुए रहेंगे। അപ്പൊ ഇവിടെ സാക്ഷിയാകണമെങ്കിൽ ശക്തി പ്രാപിക്കണം. तो यहाँ पे गवाही रहना है तो शक्ति प्राप्त करना है। ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. शक्ति प्राप्त करना है तो पवित्र आत्मा का अभिषेक होना चाहिए। അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയായി നിൽക്കാൻ കഴിയും. तो तुम इस दुनिया के अंत तक जो है गवाही रह सकते हो। ഈ സാക്ഷിയായി നിൽക്കുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ये गवाह रहना मतलब आसान बात नहीं है। അതിന് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. इस पवित्र आत्मा का शक्ति तुम्हें प्राप्त करना जरूरी है। സാധാരണ ആൾക്കാരുടെ മുമ്പ് ഭയപ്പെട്ടിരുന്ന പത്രോസ് साधारण लोगों के सामने डर के रहा हुआ पतरस, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ लेकिन पवित्र आत्मा का अभिषेक को प्राप्त करने के समय അനേകായിരം ജനങ്ങളുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് ശക്തമായി സുവിശേഷം പറഞ്ഞു. जो है हजार लोगों के सामने एकदम शक्तिपूर्वक उसने वचन बताया। അവൻ എത്രയോ ജനങ്ങൾ തിങ്ങി കൂടി വന്ന സമയത്ത് ധൈര്യസമേതം എഴുന്നേറ്റ് പ്രസംഗിച്ചു. कितने लोग जो है एकदम डरे हुए रहने से में उसके बीच में उसने जो है परमेश्वर के बारे में परमेश्वर का वचन बताया। ഒരു വ്യക്തിയുടെ മുമ്പേ ഭയപ്പെട്ട വ്യക്തി एक व्यक्ति के सामने डरा हुआ व्यक्ति ഇന്നിതാ അനേകായിരങ്ങൾ കൂടി നിൽക്കുമ്പോൾ അവരുടെ മധ്യ എഴുന്നേറ്റ് പ്രസംഗിക്കുക. आज इतने सारे लोग रहने से में उनके बीच में खड़े के बात कर रहा है। അവരോട് പറയുന്നത് നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്. उनसे कहता है कि तुम है जो यीशु मसीह को क्रूस पे चढ़ा रहे हो। ആ യേശുവിനെ കുരിശിലേറ്റിയത് നിങ്ങളാണ്. वो यीशु मसीह को क्रूस पे तुम चढ़ा रहे हो। പത്രോസ് ചോദിച്ച പത്രോസ് നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ കഴിയും? तो पतरस बोल सकते हैं कि कितना धैर्य से बना सकते हैं। പത്രോസ് പറയും ആമേൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ വന്നപ്പോൾ എനിക്ക് ശക്തി ലഭിച്ചു. तो पवित्र आत्मा का अभिषेक आता है तो मैं शक्ति प्राप्त करता है। ആ അഭിഷേകം എന്റെ മേലുള്ളപ്പോൾ എനിക്ക് ശക്തിയോടെ അത് പറയുവാൻ കഴിയും. तो वो अभिषेक मेरे ऊपर है तो मैं शक्तिपूर्वक बता सकता हूँ। അവൻ ആ അഭിഷേകം പ്രാപിച്ചതുകൊണ്ടാണ് ശക്തിയോടെ പ്രസംഗിക്കാൻ ഇടയായി തീർന്നത്. वो अभिषेक प्राप्त किया इसलिए शक्तिपूर्वक बात कर पा रहा है। അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ तो हमारी जिंदगी में भी अभिषेक जो है प्राप्त करते हैं तो നമുക്ക് ശക്തമായി സുവിശേഷം പറയുവാൻ കഴിയും. तो हम शक्तिपूर्वक ये वचन को बता पाएंगे। അനേകായിരങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ കഴിയും. बहुत सारे लोगों को जो है उद्धार की ओर हम चला सकते हैं। അനേകരെ ക്രിസ്തുവിന്റെ പിന്നാലെ കൊണ്ടുവരാൻ കഴിയും. अनेक लोगों को मसीह की ओर हम लेके आ सकते हैं। അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്യന്താപേക്ഷിതമാണ്. उसके लिए पवित्र आत्मा का अभिषेक हमें बहुत जरूरी है। അപ്പോ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. तो शक्ति प्राप्त करना वही एक परमेश्वर के जीवन में बहुत जरूरी बात है। കാരണം ആ ശക്തി പ്രാപിക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ബലമുള്ളതായി തീരുന്നത്. क्योंकि शक्ति प्राप्त करने के समय हो सकता है कि वो जो व्यक्ति जो है वो बल को प्राप्त करेगा। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് इसलिए पौलुस कहता है എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. मुझे जो शक्ति देता है उसके द्वारा मैं सब में जो है विजय प्राप्त करता हूँ। ഫിലിപ്പിയർ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു फिलिपियो 4 उसका 13 आयत में ऐसा प्रेरित पौलुस कहता है എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. मुझे शक्ति देता है उसके द्वारा मैं सब कुछ कर सकता हूँ। അപ്പോൾ നമുക്ക് ശക്തി തരുന്നത് ദൈവമാണ്. तो हमें सामर्थ देता जो है वो परमेश्वर है। ആ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്ക് സകലത്തിലും ജയം നേടുവാൻ കഴിയും. वो शक्ति हम प्राप्त करते हैं तो हम सब में विजय प्राप्त कर सकते हैं। അതെ പൗലോസിന്റെ ജീവിതത്തിൽ അവൻ ശക്തി പ്രാപിച്ചത് അതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. पौलुस जिंदगी में वो शक्ति प्राप्त किया उसके बारे में बात कर रहा है। എന്നാൽ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ परंतु कोलोसियों का किताब में जाते हैं അവിടെ നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. वहाँ पे कुछ बात हम व्यक्ति से देख सकते हैं। കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യം നോക്കുമ്പോൾ कोलोसियों किताब उसका पहला अध्याय उसका हम 16 से देखने समय 16 वचन അവിടെ ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
हमें बोला गया है कि क्योंकि उसी में सारी वस्तुओं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी या अनदेखी, या क्या सिंहासन, क्या प्रभुता है, क्या प्रधानता है, क्या अधिकारी, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई हैं। അപ്പൊ ഈ സകല അധികാരവും കർത്താവിനായിട്ടും കർത്താവ് മുഖാന്തരവും ഉളവായെങ്കിൽ तो ये सभी अधिकार और सभी परमेश्वर से ही अगर हुआ है तो അത് ഈ സകല അവൻ തുടർന്ന് പറയുന്നത് അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ അവന് സകലത്തിനും ആധാരമായിരിക്കുന്നു. फिर बोला है कि वही सब वस्तुओं के प्रथम है और वही सब वस्तुएं उसी में स्थिर रहती है। അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. और वही देह अर्थात कलीसिया का सिर है, वही आदि है और मरे हुए में से जी उठने वालों में पहलौठा, कि सब बातों में ही प्रधान ठहरे। മാത്രമല്ല അവനിൽ സർവസമ്പൂർണതയും വസിപ്പാൻ. सिर्फ वही नहीं, उसमें सभी कुछ होने वाला। അപ്പോ അവൻ സകല ശക്തിയുടെയും ഉറവിടമാകുന്ന കർത്താവ്. तो मतलब सारे शक्तियों का जो स्रोत होते हैं परमेश्वर। ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. वो शक्ति होगा तो ही मसीह जिंदगी में आगे बढ़ सकते हैं। കാരണം സകലതും ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടുമുള്ളതാണ്. क्योंकि सब कुछ जो है मसीह के लिए ही है और मसीह से ही शुरुआत होता है। അത് ആമെ ദൃശ്യമായതും അദൃശ്യമായതും. वो जो है दृश्य या अदृश्य है सब। അപ്പൊ ദൃശ്യമായത് ചിലതുണ്ട്, അദൃശ്യമായതും ചിലതുണ്ട്. तो एक दृश्य भी है और एक अदृश्य भी है। ഇവിടെ പറയുന്നത് ആമേൻ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ यहाँ बोला है कि स्वर्ग का हो या पृथ्वी का हो, ഏത് അധികാരമാകട്ടെ ഏത് ശക്തിയാകട്ടെ कोई भी अधिकार हो या कोई भी शक्ति हो, അതെല്ലാം ക്രിസ്തുവിന് അധീനമായിരിക്കുമ്പോൾ वो सब कुछ मसीह के अधीन रहने के समय ആമേ ദൈവ മക്കൾക്കും അത് അധീനപ്പെടുത്തുവാൻ കഴിയും. वो परमेश्वर के बच्चों के लिए भी वो अधीन होता है। അതാണ് പത്രോസ് പറയുന്നത്. वही पतरस कहता है, ഒന്ന് പത്രോസിന്റെ ലേഖനം पहला पतरस 3-ാം അധ്യായം उसका तीसरा अध्याय ആമേൻ അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ उसका 22 आयत हम पढ़ते हैं तो ഇവിടെ പത്രോസ് ഇങ്ങനെ പറയുന്നു. अब पतरस ऐसा कहता है, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. वह स्वर्ग पर जाकर परमेश्वर के दाहिने ओर बैठ गया और स्वर्गदूत और अधिकारी और सामर्थी उसके अधीन किए गए हैं। നോക്കിയ സകല ശക്തികളും അധികാരങ്ങളും കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. देखिए सारे अधिकार सारी शक्ति परमेश्वर के अधीन में है। അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പുറപ്പെടുക. इसलिए मसीह ने कहा तुम निकल जाओ। അധികാരം പ്രാപിച്ച ശക്തി പ്രാപിച്ച കർത്താവ് നമ്മോട് കൽപ്പിക്കുമ്പോൾ अधिकार प्राप्त हुआ, शक्ति प्राप्त हुआ, हमारे परमेश्वर हमारे साथ है तो നമ്മൾ കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. हम सिर्फ परमेश्वर को देखना काफी है। കാരണം നമുക്ക് ശക്തിയും അധികാരവും നൽകുന്നത് കർത്താവ്. क्योंकि हमें शक्ति और अधिकार देने वाला परमेश्वर है। ക്രിസ്തീയ ജീവിതം അതാ ഒരു അധികാരത്തിന്റെയും ശക്തിയുടെയും ജീവിതമാണ്. मसीह जिंदगी वो है, अधिकार और शक्ति का जिंदगी है। ഞാൻ പലപ്പോഴും പറയുന്നത് ഇങ്ങനെ, ദൈവ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി അത് നിസാരമല്ല. मैं वही कहता हूँ हमेशा कि परमेश्वर का बच्चे करके जो मिला अधिकार है वो कोई साधारण नहीं है। അതിനെ അതിൻ്റെതായ ശക്തിയുണ്ട്, അധികാരമുണ്ട്. उसके लिए उसका अधिकार है, शक्ति है। കാരണം ദൈവ മക്കളാകുവാൻ അവൻ നമുക്ക് അധികാരമാണ് നൽകിയിട്ടുള്ളത്. परमेश्वर के बच्चे होने के लिए वो अधिकार हमको दिया है। അത് ഏത് അധികാരം എന്ന് ചോദിച്ചാൽ वो कौन सा अधिकार है करके हम पूछेंगे तो ഏതേൻ തോട്ടത്തിൽ നഷ്ടമായ അധികാരമാ കർത്താവ് നമുക്ക് തിരിച്ചു वो നൽകിയത്. एदन के वाटिका में नष्ट हो गया वो अधिकार हमको दिया है। ഏതേൻ തോട്ടത്തിൽ ദൈവം ആദമിനും ഹവ്വയ്ക്കും കൊടുത്തതായ ആ അധികാരം एदन के वाटिका में जो परमेश्वर ने आदम और हवा को दिया हुआ अधिकार അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. वो उनको नष्ट हो गया। എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അത് നമുക്ക് തിരിച്ചു ലഭിച്ചു. परंतु प्रभु यीशु मसीह के द्वारा हमको वापस मिला है। അതാണ് പത്രോസ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. वही प्रेरित पौलुस जो है कोरिन्थ के कलीसिया को कहता है, ആ ആദ്യ മനുഷ്യൻ മുഖാന്തരം നഷ്ടപ്പെട്ടത് हाँ वो पहला मनुष्य के द्वारा जो नष्ट हो गया था, രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ കൂടെ അത് നമുക്ക് ദൈവം മടക്കി തരും. दूसरा मनुष्य के मसीह के द्वारा वो हमें वापस देते हैं। അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള അധികാരവും ശക്തി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുവാനുള്ളതാണ്. तो हमको दिया हुआ अधिकार शक्ति बोलेंगे तो हमें उपयोग करना है। പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നില്ല. कई बार हम वो उपयोग नहीं करते हैं।
ആമേൻ. രോഗത്തിന്റെ മേലും പാപത്തിന്റെ മേലും നമുക്ക് അധികാരമുണ്ട്. रोग और पापों के ऊपर हमें अधिकार है। അപ്പോ നമുക്ക് ഒരു രോഗം വന്നാലും അതിന്റെ മേലൊരു നമുക്കൊരു അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. तो हमें कुछ रोग आते तो उसके ऊपर एक अधिकार परमेश्वर हमको दिया है। നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അത് പ്രായോഗികമായി തീരത്തുള്ളൂ. हम वो अगर उपयोग करेंगे तो ही वो जो है कुछ करेगा। അതെ, നമ്മളത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകത്തില്ല, അത് क्योंकि हम अगर പ്രവർത്തിക്കത്തില്ല. उपयोग नहीं करेंगे तो हमारे जीवन में कुछ नहीं होएगा। അപ്പോ അത് ഉപയോഗിക്കാൻ വേണ്ടിയ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. तो वो उपयोग करने के लिए परमेश्वर हमको दिया है। ആ ശക്തിയും അധികാരവും കർത്താവ് നമുക്ക് നൽകപ്പെടുമ്പോൾ वो शक्ति और अधिकार परमेश्वर को देने के समय നമ്മൾ ഭയപ്പെട്ടിരിക്കാനുള്ളവരല്ല. हम भयभीत होना नहीं है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, इसलिए परमेश्वर वचन कहता है പിന്നെയും നമ്മൾ ഭയപ്പെടേണ്ടതിന് हम वापस से जो भय होने के लिए ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നൽകിയത്. वो डरने का जो है आत्मा नहीं बल्कि वी जो है आगे बढ़ने का आत्मा मिला है। എന്ന് പറഞ്ഞാൽ ആമേ, പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ആ അധികാരമുള്ള ആത്മാവ്. मतलब पिता जो है पुत्र का मतलब वो अधिकार उनको मिला है। അപ്പൊ നമ്മൾ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. तो हम वो जो आगे देता है तो वो होता है वैसे। നമ്മൾ പലപ്പോഴും പറയുന്നത് ആമേൻ, മോശയെ കുറിച്ചും യോശുവയെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കും. हम कई बार मूसा के बारे में और सब हम सब भाषण देते हैं। ഏലിയാവിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കും. एलिया के बारे में हम भाषण देता है। പക്ഷേ അവർ ചെയ്തതുപോലെ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? परंतु वे क्या ऐसा करने के लिए क्यों नहीं होते हमसे? യേശു ക്രിസ്തു പറഞ്ഞത്, यीशु से कहा എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുവാണ്. मुझ पे जो विश्वास करता है वो जो मैं करता हूँ उससे अधिक करेगा। പക്ഷെ പലപ്പോഴും യേശു ചെയ്തതോ യേശു പറഞ്ഞതോ ഒന്നും നമ്മെ കൊണ്ട് കഴിയുന്നില്ല. परंतु कई बार जो यीशु मसीह बोला यीशु मसीह किया हम नहीं कर पाए। അപ്പോ അതിന്റെ अർത്ഥം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണോ? मतलब उसका अर्थ है कि हम यीशु मसीह विश्वास नहीं करते, ऐसा है क्या? അതോ നമ്മൾ അത് ചെയ്യുവാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്? या फिर हम वैसे करके भयभीत होते इसीलिए है क्या? യേശുവിന്റെ വാക്കുകളൊന്നും വ്യർത്ഥമല്ല. यीशु मसीह का जो बात है कुछ भी व्यर्थ नहीं है। യേശു പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്ന വാക്കുകൾ. यीशु मसीह जैसे बोलते वैसे होने वाला बातें हैं। അപ്പൊ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യണമെന്ന്. तो यीशु मसीह ने कहा जो मुझे विश्वास करता है जो मैं करता हूँ उसके अधिक करेगा। കാരണം ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. क्योंकि मैं पिता के जो है करीब जाता हूँ। അപ്പോ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കലേക്ക് പോയത് तो यीशु मसीह पिता के जो है करीब गया था നമ്മൾ യേശു ചെയ്തതിലും അധികം ചെയ്യുവാൻ വേണ്ടിയാ. हमारे यीशु करते उसके अधिक अधिक करने के लिए है। അപ്പൊ നമ്മൾ അത് ചെയ്യാത്തിടത്തോളം കാലം ആമേ കർത്താവ് നമ്മിൽ സന്തോഷിക്കത്തില്ല. तो जब तक हम नहीं करेंगे मसीह हम पे खुश नहीं होगा। ക്രിസ്തു നമ്മിൽ സന്തോഷിക്കണമെങ്കിൽ ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം. मसीह हम पे खुश होना है तो मसीह ने जो बोला बातें हमें होना चाहिए। അപ്പൊ യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ तो यीशु बोला बात हमारे जीवन में पूरा होना है तो യേശു പറഞ്ഞത് നമ്മൾ ചെയ്തേ മതിയാവും. यीशु ने जो बोला है वो हमें करना ही होगा। യേശു പറയുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് യേശു സന്തോഷിക്കുന്നത്. यीशु जो बोलते हैं वो हम करने के समय यीशु में खुश होते हैं। കാരണം ദൈവവചനം അതാ പറയുന്നത്, क्योंकि ये जो है वचन यही कहता है എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും. जो मुझे प्रेम करता है वो मेरे आज्ञा को मानेगा। അപ്പൊ യേശു തന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ तो यीशु मसीह देते हुए आगे को मानना मतलब ये है വിശ്വാസത്തോടുകൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിക്കുന്ന. विश्वास के द्वारा जो अधिकार हमको दिया है उसको हम लेना करना है करके हैं। പലപ്പോഴും ആ അധികാരം നമ്മൾ ഉപയോഗിക്കാറില്ല. कई बार वो अधिकार हम उपयोग नहीं करते हैं। എന്നാൽ ദൈവവചനം പറയുന്നത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കണം. परंतु परमेश्वर वचन कहता है कि परमेश्वर जो अधिकार हमको दिया है उसको उपयोग करना है। കാരണം സകല അധികാരവും ശക്തിയും യേശുവിനെ കീഴ്പ്പെട്ടിരിക്കുക. क्योंकि सारा अधिकार और शक्ति जो है वो यीशु मसीह को दिया गया है। അപ്പോ യേശുവിനെ അത് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമുക്കും അത് കീഴ്പ്പെടുവാൻ കീഴ്പ്പെടുത്തുവാൻ കഴിയും. तो यीशु मसीह देने के समय हमें भी जो है वो हो सकता है। ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും അത് കീഴ്പ്പെട്ടിരിക്കുക. मसीह के अधीन में होना मतलब वो हमें भी वो अधीन हो सकते हैं। ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് കീഴ്പ്പെട്ടിരിക്കുക. मसीह विश्वास करते हर एक व्यक्ति को वो अधीन में होता है। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. तो इसलिए यीशु मसीह कहते हैं कि मैंने जो किया है उसे तुम अधिक अधिक तुम करोगे। അതിന്റേതായ കാരണമാണ് നമ്മൾ വായിച്ചത്.
उसका भी कारण हमने पढ़ा था। എന്ന് പറഞ്ഞാൽ ആമേൻ ക്രിസ്തു തലയായിരിക്കുമ്പോൾ तो मतलब मसीह जो है सर रहने के समय, ആമേൻ അത് അവൻ സഭയ്ക്ക് അത് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. तो जो है कलीसिया को मिला हुआ अधिकार है। എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ मसीह जो हम देखिए इफिसी के पत्र में आने के समय, എഫേസ്യർ 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ इफिसी 1 में जब आने के समय, ആമേൻ 1-ന്റെ 20 മുതൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും इफिसी 1 उसका 20 से हम देखते हैं, जो उसने मसीह के विषय में किया कि उसको मरे हुए में से जिलाकर സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും स्वर्गीय सयानों में अपनी दाहिने और सब प्रकार की प्रधानता, अधिकार और सामर्थ्य और प्रभुता के और हर एक नाम के ऊपर जो ना केवल इस लोक में है, ആ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു അവനെ സർവത്തിനും മീതെ തലയാക്കി. पर आने वाले लोक में भी लिया जाएगा, बैठाया और सब कुछ उसके पांव तले कर दिया और उसे सब वस्तुओं पर शिरोमणि ठहराकर कलीसिया को दे दिया। ആമേൻ. നോക്കിയേ, സഭയ്ക്ക് വേണ്ടി കൊടുത്തതിനെ കുറിച്ച് അവിടെ പറയുന്നത്. तो सभा के दिया करके कुछ बातें वह बताया है। എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. तो जो है सारी सभा को दिया भी गया है। അപ്പോ ആമേ ക്രിസ്തു തലയായിരിക്കുമ്പോൾ तो जो है मसीह जो है सर होने के समय, അപ്പോ തല കൊടുക്കുന്ന ഓരോ ആജ്ഞയും അനുസരിക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ ഭാഗങ്ങളുടെ കടമ. तो शरीर के सारे भागों का जो है फर्ज ये है कि वो सभी लोग अपना अपना काम करना है। അപ്പോ ആമേൻ അത് തലയാണ് അവിടുന്ന് സകലത്തിനും ഓർഡർ കൊടുക്കുന്നത്. तो सर है वहां से सब कुछ जो है दे रहा है उनको। ഇവിടെ പറഞ്ഞു സകലത്തിന്റെയും അധികാരിയായി ആമേ തലയായി ക്രിസ്തു ഇരിക്കുമ്പോൾ यहाँ बोला कि सभी का अधिकारी जैसा सर होकर अगर मसीह है तो അവൻ സകലതും സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. तो वो सब कुछ जो है सभा को दिया है। അപ്പൊ സഭയ്ക്ക് കൊടുത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ तो सभा को दिया जाने समय, जाया है करके बोलने के समय, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഈ അധികാരവും ശക്തിയും ദൈവം കൊടുത്തിരിക്കുക. तो जो है उनको दिया हुआ, हर एक जन को दिया हुआ ये अधिकार शक्ति है। അപ്പൊ ക്രിസ്ത്യൻ ജീവിതം അത് ശക്തിയുടെ ജീവിതം. तो मसीह जिंदगी वो शक्ति का जिंदगी है। അത് ആ ശക്തി ഇല്ല എങ്കിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. तो शक्ति नहीं है तो वो हम रुक नहीं सकते हैं। അപ്പൊ ഇവിടെ പൗലോസ് ഇവിടെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് तो यहाँ पे पौलुस जो एफिसियों को पत्र लिखने समय ऐसा लिखता है, യേശുവിൽ വ്യാപരിച്ചതായ ദൈവാത്മാവ്, तो जो है यीशु मसीह में जो है परमेश्वर की आत्मा, യേശുവിൽ പ്രവർത്തിച്ചതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, तो मसीह में जो है पवित्र आत्मा का जो अभिषेक, മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചതുപോലെ जैसे जो है मृत्यु से यीशु मसीह को जिलाया वैसे ആമേ നമ്മയും ഉയർപ്പിക്കാൻ കഴിയും. हमें भी जो जिला सकता है। അപ്പൊ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത് അതേ പരിശുദ്ധാത്മാവാണ്. तो हमारे जीवन में भी काम करते वही पवित्र आत्मा है। യേശുവിൽ വ്യാപരിച്ചതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിൽ വ്യാപരിക്കുമ്പോൾ तो जो यीशु मसीह का जो अधिकार जो हम पे जो है करने के समय, ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ നമുക്കും അതുപോലെ പ്രവർത്തിക്കാൻ കഴിയും. वो अभिषेक की शक्ति से हम भी वैसे कर पाएंगे। അത് ഇവിടെ ദൈവവചനം അതാ പറഞ്ഞത്, അവൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. या परमेश्वर वचन ऐसा कहता है कि उसे कलीसिया को दिया है करके। അപ്പൊ സഭയ്ക്ക് ദൈവം ഇത് സകലതും നൽകി കൊടുക്കുമ്പോൾ तो ये सभा को देने के समय സഭ അത് പ്രായോഗികമാക്കേണ്ടത്, അത് പ്രവർത്തിക്കേണ്ടതാണ്. वो कलीसिया वो काम करना है। അപ്പോ ഇവിടെ യേശു ക്രിസ്തു അങ്ങനെയാ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. तो यहाँ पे मसीह का जो एक वचन ऐसा कहता है, അവൻ വചനം പറയുന്നത് അവൻ ക്രിസ്തു സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അല്ലെങ്കിൽ ശക്തി, वचन कहता है कि जो मसीह जो कलीसिया को दिया हुआ अधिकार या शक्ति, ആ ശക്തി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. वो शक्तियां उपयोग करना वो हमारा जो है कर्तव्य है। അപ്പോ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയുടെ ജീവിതമാണ്. तो मसीह जिंदगी होने से वो शक्ति का जिंदगी है। അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നിടത്തോളം കാലം हम जब तक उसको उपयोग नहीं करते हैं നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. हम उसको लेके आगे नहीं बढ़ सकते हैं।
ആമേൻ. അതാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. वही परमेश्वर का वचन हमसे कहता है। കാരണം ആമേൻ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ पहला कुरिन्थियों की किताब जाने के समय അതിന്റെ 15-ാം അധ്യായം उसका 15 अध्याय 27-ാം വാക്യം, उसका 27 आयत। സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. यहाँ पे हम देखते हैं क्योंकि परमेश्वर ने सब कुछ उसके पांव तले कर दिया है, परंतु जब वह कहता है कि सब कुछ उसके अधीन कर दिया गया है, तो प्रत्यक्ष है कि जिसने सब कुछ उसके अधीन कर दिया वह आप अलग रहे। അപ്പോൾ പിതാവായ ദൈവം സകലതും പുത്രന് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ तो पिता परमेश्वर ने सब कुछ जो है पुत्र के अधीन में दे दिया है, तो പ്രിയമുള്ളവരെ നമുക്കും അത് ദൈവം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതാണ്. प्रिय लोगों, हमको भी वो दिया करके ही है। നമുക്കും അതേ അധികാരവും ശക്തിയും ദൈവം തന്നിട്ടുള്ളത്. वही अधिकार शक्ति हमको भी दिया है। അതാണ് നമ്മൾ വായിച്ചത്, യേശുവിൽ വ്യാപരിച്ചതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. तो वही हमने पढ़ा है कि यीशु मसीह में जो काम किया पवित्र आत्मा की शक्ति, ആ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച वो अभिषेक का शक्ति प्राप्त किया हुआ നാം അലസരായി ഇരിക്കേണ്ടവരല്ല. तो हम ऐसे आलसी होकर नहीं बैठना चाहिए। ആമേൻ. നാം ആ ശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. हम शक्ति प्राप्त करना चाहिए। ആ ശക്തി എന്ന് പറഞ്ഞാൽ സാത്താന്റെ ശക്തിയിലും വെല്ലുന്ന ശക്തിയാണ്. वो शक्ति बोलेगा तो वो शैतान की शक्ति से भी जो है उसको भी हराने वाला है। അവന്റെ സകല ശക്തികളിലും മേൽ ആമേൻ ഉപയോഗിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. तो शक्ति के ऊपर जो है वो अधिकार हमें मिला है, वैसे शक्ति हमें दिया है। അവന്റെ സകല പ്രവർത്തനങ്ങളെയും തടുത്തു നിർത്തുവാനുള്ള അധികാരവും ശക്തിയും ദൈവം തന്നിട്ടുള്ളത്. तो इसके ऊपर जो है अधिकार हमें दिया गया है। അപ്പൊ ശത്രു നമ്മുടെ മേൽ കൊണ്ടിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും तो शत्रु जो हम पर रखते हुए सारे जो उसके ऊपर നമുക്ക് ആമേ ശക്തിയോടെ അധികാരത്തോടും അവിടെ നിൽക്കാൻ കഴിയും. हम शक्ति और अधिकार से हम रुक सकते हैं। അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്. वही याकूब के पत्र में याकूब कहता है, ആമേ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, उसका 4 का 7 में हम देखते हैं, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിന് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. वहां पे से लिखा है, इसलिए परमेश्वर के अधीन हो जाओ, शैतान के सामना करो तो वह तुम्हारे पास से भाग निकलेगा। അവന്റെ ശക്തിയോട് എതിർക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം. उसके शक्ति से जो है अगर अब करना है तो हमें शक्ति होना चाहिए। അപ്പൊ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. तो हमारे पास शक्ति रहेगा तो ही हम उसके विरोध में रुक पाएंगे। നമ്മിൽ ആ ശക്തി ഇല്ല എങ്കിൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകും. हमारे अंदर वो शक्ति नहीं है तो हम वो हार जाएंगे। പലപ്പോഴും നമ്മൾ പറയുന്നത്, അയ്യോ എനിക്ക് ശക്തിയില്ല, ഞാൻ ബലഹീനനാണ്, कई बार हम कहते हैं कि शक्ति नहीं है, मैं बलहीन हूँ, എന്നെ കൊണ്ട് കഴിയത്തില്ല, मुझसे नहीं होगा, എന്നെ കൊണ്ട് കഴിയത്തില്ല, मुझसे नहीं होगा, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, मैं जो है काम नहीं कर पाऊंगा, എനിക്ക് അത്രത്തോളം ശക്തിയില്ല. मेरे को उतना शक्ति नहीं है। എന്നാൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ लेकिन परमेश्वर ने हमको दिया वो शक्ति क्या है करके बोलने के समय സകലത്തെയും അതിജീവിക്കാനുള്ള ശക്തിയാണ്. सभी के ऊपर जो है जीतने का शक्ति है। അപ്പൊ ആ ശക്തിയാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്. तो वो शक्ति को हमें प्राप्त करना है। ആ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും वो शक्ति प्राप्त किया हुआ हर एक जन को സാത്താനോട് എതിർക്കാൻ കഴിയും. शैतान से लड़ने होगा। അവന്റെ തന്ത്രങ്ങളിൽ മേൽ വിജയം പ്രാപിക്കാൻ കഴിയും. उनका जो है उस पे विजय प्राप्त कर सकते हैं। അവന്റെ പദ്ധതികളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. उनके जो है कामों पर विजय प्राप्त कर सकते हैं। കാരണം അവനോട് എതിർക്കുക എന്നുള്ളത് നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. क्योंकि उससे जो है जीतना मतलब क्या है, हमें शक्ति होना चाहिए। അത് ഏത് ശക്തിയാ? वो कौन सी शक्ति है? അഭിഷേകം പ്രാപിച്ച ദാവീദ്, अभिषेक प्राप्त किया हुआ दावीद, ആമേൻ, ഇതാ ജാതീയനായ ഗോലിയാത്തിന്റെ മുൻപ് കടന്നു വരുമ്പോൾ ये जाति जो है गोलियत के पास आने के समय സകല സൈന്യവും ഭയപ്പെട്ട് പിന്മാറി നിൽക്കുക. सारे सेना जो है डर के दूर रह रहे हैं। ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സകല ഇസ്രായേലും രാജാവ് വരെ ഭയപ്പെട്ടിരിക്കുമ്പോൾ जरा सोच के देखिए, सारे इजराइल और राजा तक एकदम डरे हुए रहने के समय നമ്മുടെ കണ്ണിൽ ഒരു നിസ്സാരനായ ഒരു യൗവനക്കാരൻ, हमारे बीच में जो एक साधारण जो एक जन है, ആമേൻ, അവൻ ഇതാ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ ഈ മല്ലന്റെ അടുക്കിലേക്ക് കടന്നു വരിക.
हाथ में कोई जो है कुछ भी औजार नहीं लिए हुए सामने खड़ा है। അവന്റെ മുമ്പ് നിൽക്കുന്നവൻ എല്ലാ ആയുധവർഗത്തോടും കൂടെയാണ് നിൽക്കുന്നത്. उसके सामने जो खड़े हो सब सारे औजार लेके खड़े हुए हैं। അവൻ സകല ആയുധവർഗവുമായിട്ട് യുദ്ധത്തിന് നിൽക്കുമ്പോൾ वो सभी जो है औजार के साथ उसके सामने रुकने के समय ഇത് കയ്യിലൊന്നുമില്ലാതെ നിസ്സാരനായ ഒരു വ്യക്തി ഒരു വടിയുമായി കടന്നു പോകും. यहाँ पे कुछ नहीं है, लेकिन एक साधारण व्यक्ति जो है जा रहा है। എന്നിട്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, और फिर बाद में वो बात एक कहता है, നീ നിന്റെ ശക്തിയോടുകൂടെ എന്നെ എതിർക്കുമ്പോൾ तुम तुम्हारी शक्ति के साथ मुझे जो है विरोध में आने के समय ഞാൻ കടന്നു വരുന്നത് നീ എതിർക്കുന്ന ആ ദൈവത്തിന്റെ നാമത്തിലാണ്. मैं आ रहा हूँ, तुम जो है विरोध करने वाले परमेश्वर के नाम से है। ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നത് കൊണ്ട് वो परमेश्वर के नाम से मैं आता हूँ, इसीलिए എനിക്ക് നിന്റെ മേൽ വിജയം നേടുവാൻ കഴിയും. मैं तुम पर विजय प्राप्त कर सकता हूँ। ഞാൻ നിന്റെ മേൽ വിജയം നേടും. मैं तुम पर विजय प्राप्त करूंगा, കാരണം ഞാൻ വരുന്നത് എന്റെ ശക്തിയാലല്ല, क्योंकि मैं मेरी शक्ति से नहीं आ रहा हूँ, എന്റെ ബലത്തിനാലല്ല ഞാൻ വരുന്നത്. मेरे बल से नहीं आ रहा हूँ। എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. मुझे शक्ति देने वाला एक परमेश्वर है। എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. मुझे शक्ति देने वाला एक परमेश्वर है। എനിക്ക് ബലം തരുന്ന ഒരു ദൈവമുണ്ട്. मुझे बल देने वाला एक परमेश्वर है। അതുകൊണ്ട് ആ നാമത്തിൽ ഞാൻ വരുമ്പോൾ क्योंकि तो उस नाम से जब मैं आने के समय എനിക്ക് ജയിക്കാൻ കഴിയും. मैं जीत सकता हूँ। മനസ്സിലായോ? क्या समझ में आ रहा है आपको? അവൻ അവന്റെ ശക്തിയിലല്ല പോയത്, वो उनकी शक्ति में नहीं गया। അവന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ശക്തി അവനുണ്ട്. परमेश्वर दिया हुआ एक शक्ति उनको है। അവനതറിയാം. वो उसे पता है। അവൻ ആ ശക്തിയിലേക്ക് ആ ശക്തിയോടുകൂടെ കടന്നു വരുമ്പോൾ वो उस शक्ति से जो आगे आने के समय അവനെ എതിർക്കുന്ന സകല ശക്തികളും പരാജയപ്പെടുമെന്ന് അവന് ഉറപ്പുണ്ട്. उसको जो विरोध करने वाला सभी शक्ति वो हारेगा करके उसको पता है। ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇതാ. एक परमेश्वर के बच्चे के जीवन में जो जरूरत भी यही है। ഈ ലോകത്തിലെ ഏതൊരു ശക്തിയും ഏതൊരു വ്യക്തിയും നമുക്കെതിരായി കടന്നു വന്നാലും इस दुनिया का जो भी शक्ति या जो भी जो है सामर्थ हमारे विरुद्ध आएंगे तो അവൻ ദൈവത്തിന്റെ ശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ परमेश्वर का शक्ति हमारे साथ है तो നമ്മെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. कोई भी हमें हरा नहीं सकता है। അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചെടുക്കണമെന്ന് ദൈവവചനം പറയുന്നു. इसलिए परमेश्वर की शक्ति प्राप्त करना है करके परमेश्वर का वचन कहता है। അത് ആ ശക്തിയുടെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. वो शक्ति पूर्वक जो है आत्मा को परमेश्वर ने हमको दिया है। അതാ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം അത് ശക്തിയുടെ ജീവിതം. इसलिए कहा गया है कि जो मसीह जिंदगी एकदम शक्ति का जिंदगी है। അത് ബലഹീനരുടെ ജീവിതമല്ല. वो जो है बलहीन का जिंदगी नहीं है। കാരണം യേശു ഇനി രണ്ടാമത് വരുന്നത് क्योंकि यीशु मसीह जो वापस आते हैं ബലഹീനരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. वो बलहीन को जो है लेके जाने नहीं है। അവൻ ഒരിക്കൽ യേശു കടന്നു വന്നത് एक बार यीशु मसीह आए थे ബലഹീനരെ ബലമുള്ളവരാക്കി തീർക്കുവാനാണ് വന്നത്. जो है बलहीन को जो है उनको सामने देने के लिए आए थे। അപ്പൊ ഇനി യേശു വരാൻ പോകുന്നത് तो अभी यीशु मसीह जो आने वाले हैं ബലഹീനരെ കൊണ്ടുപോകാനല്ല, പിന്നെയോ ശക്തി പ്രാപിച്ചവരെ കൊണ്ടുപോകാൻ. जो है बलहीन होकर रहने वाले लोगों को नहीं, बल्कि क्या है शक्ति वाले लोगों को देने के लिए है। അതുകൊണ്ട് എനിക്കൊന്നും കഴിയത്തില്ല, ഞാൻ ബലഹീനരെന്ന് പറഞ്ഞു ഇരുന്നാൽ ഒരു കാര്യമില്ല. तो इसीलिए मुझे नहीं होगा, मैं बलहीन करके बोलेगा तो कुछ होगा नहीं। അപ്പൊ പുതിയ ബലം പ്രാപിച്ച് ബലമുള്ളവരായി തീരുക. नया बल प्राप्त करके एकदम बलवंत होना है। അതാ ദൈവവചനം പറയുന്നത്. वही परमेश्वर वचन कहता है തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തു നിൽക്കുന്നവരെ കൊണ്ടുപോകുവാനാണ് യേശു വരുന്നത്. तुम्हारे जो तैयार होते हैं, जो लोग उनके तैयार होते हैं उनको लेके जाने के लिए परमेश्वर आ रहे हैं। അപ്പൊ ഒരുങ്ങി കാത്തു നിന്നാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. तो अगर हम जो है एकदम इंतजार होकर बैठेंगे तो ही हम जा सकते हैं। അതിനെ ഈ ശക്തിയെ പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കും. वो ये शक्ति को प्राप्त करना बहुत जरूरी होगा। അപ്പൊ ബലഹീനരെയല്ല യേശു കൊണ്ടുപോകുന്നത്. तो जो बलहीनता को नहीं लेके जा रहे हैं, ആ ബലഹീനമായിരുന്ന വ്യക്തിയിൽ ദൈവം പകർന്ന ശക്തി പ്രാപിച്ചവരെയാണ്. वो बलहीन जिसे रहते हैं उनको जो मिला वो परमेश्वर का शक्ति को है। അത് ലോകം നോക്കുമ്പോൾ ദാവീദിന് യാതൊരു വിധമാകുന്ന കഴിവുമില്ല. वही हम देखते हैं दुनिया देखने के समय दावीद तो कोई भी जो है कुछ नहीं था। യാതൊരു യുദ്ധ മുറകളും അഭ്യസിച്ചവനല്ല. कोई भी जो है युद्ध के बारे में कुछ सीखा हुआ नहीं है। അവന് യുദ്ധം ചെയ്യുവാനും അറിയത്തില്ല. ओके, उसको पता भी नहीं है। പക്ഷെ അവന് ഒരു കാര്യം അറിയാം, परंतु उसको एक बात पता है, ദൈവത്താൽ സകലതും സാധ്യമെന്നറിയാം. जो है परमेश्वर से सब कुछ हो सकता है करके पता है।
അവന് ദൈവം കൊടുത്ത ചില സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. तो जो है उनको परमेश्वर ने बोला हुआ कुछ जो है गवाही वो दे सकता है। അവൻ നടന്നു വന്ന പാതകളെ കുറിച്ച് അവൻ അറിയാം. वो चल के आया वो रास्ता उनको पता है। അവന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയത്, അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് അവൻ അറിയാം. तो वो जो है उसने जो है काम किया है वो उसे पता है। അതുകൊണ്ടാണ് രാജാവ് പോലും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ इसलिए राजा भी उसके पीछे जो है उसको पीछा करने की कोशिश किया അവൻ രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. तो मसीह को एक बात उसने कहा है, राजा को एक बात कहा ആമേൻ. है। ഈ നിൽക്കുന്നവൻ എത്ര ബലമുള്ള വ്യക്തിയായാലും, ये व्यक्ति जो है चाहे कितना भी बलवंत क्यों ना हो, അവൻ എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും, वो कितना भी शक्ति है करके बोला हो, എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. मुझे एक बात तो पक्का पता है। കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മറുപടി തന്ന ദൈവം, पिछले दिनों में मैंने प्रार्थना करने से जवाब दिया हो परमेश्वर, കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം मेरे जीवन में काम किया परमेश्वर, ഈ ദിവസങ്ങളിലും പ്രവർത്തിപ്പാൻ ശക്തനാണ്. इन दिनों में भी जो है वो काम कर सकते हैं। അവനത് ഉറപ്പോടെ വിശ്വസിച്ചു. उनको एक विश्वास था, അവൻ ഉറപ്പോടെ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. वो विश्वास रख के उन्होंने वो प्रख्यापन भी किया। കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ രക്ഷിച്ച ദൈവം पिछले दिनों में मुझे बचाया परमेश्वर, ഇന്നും എന്നെ രക്ഷിപ്പാൻ ആ ദൈവം ശക്തനാണ്. आज भी परमेश्वर मुझे रक्षा कर सकते करके है। ആ ദൈവത്തിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. वो परमेश्वर का शक्ति अभी तक कम नहीं हुआ है। ആ ദൈവം ഇതുവരെയും ആ ദൈവത്തിന് ഇതുവരെ മാറ്റമില്ല. वो परमेश्वर का अभी तक कोई बदलाव नहीं है। എനിക്ക് വിരോധമായി കടന്നു വന്ന സിംഹം जो मेरे विरुद्ध आया हुआ जो है सिंह, അത് പരാജയപ്പെട്ടു. वो हार गया। എനിക്ക് വിരോധമായി വന്ന കരടി പരാജയപ്പെട്ടു. तो मेरे विरोध आया हुआ जो भालू है वो हार गया। എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുള്ള ദൈവത്തിന്റെ ശക്തി, അഭിഷേകം, मतलब वो जो जंगली जानवरों के विरोध कर लड़ने के लिए जो वो अधिकार परमेश्वर का शक्ति, ഈ നാട്ടുമനുഷ്യനെയും പരാജയപ്പെടുത്തുവാൻ ആ ശക്തിക്ക് കഴിയും. ये व्यक्ति को भी हरा सकता है परमेश्वर का शक्ति। അത് വിശ്വസിച്ചുകൊണ്ടാണ് ദാവീദ് മുന്നേറുന്നത്. वो विश्वास करके दावीद आगे बढ़ता है। അത് കേട്ടപ്പോ രാജാവ് പറഞ്ഞു, എന്നാ നീ പൊയ്ക്കോ. वो सुन के राजा बोला कि ऐसा है तो फिर तुम जाओ। ആ അനുഭവം ഉള്ളവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. वो अनुभव है उसको हराने के लिए नहीं होगा, അവൻ തീയിൽ കുരുത്തവനാ. क्योंकि वो आग में से निकला है। അത് പരിശുദ്ധാത്മാവെന്ന തീയിൽ കൂടെ പുറത്തു വന്നവനാ. हाँ, पवित्र आत्मा का वो आग से निकला है। അവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ കഴിയത്തില്ല. उसको हराने के लिए इस दुनिया का कोई भी शक्ति या व्यक्ति को नहीं होगा। അവന്റെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ട്. उनके जीवन में वो गवाही है, അവന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. उनके जीवन में अनुभव है। അതുകൊണ്ട് അവൻ പറഞ്ഞത് ഞാൻ ഇതിൽ ജയിക്കും. तो इसलिए उसने कहा है कि मैं इसमें जीतूंगा। അവന് ഉറപ്പുണ്ടായിരുന്നു. उनको जो भरोसा था। ആ ഗോലിയാത്ത് വരെ അവനെ ആക്ഷേപിച്ചു. वो गोलियत तक उसका मजाक उड़ाया था। ഇത്രയും വലിയ യുദ്ധവീരന്മാര് പിന്മാറിപ്പോയപ്പോൾ നീ എന്റെ നേരെ വരുന്നു. इतने सारे जन युद्ध वीर लोग जो है पिछड़ने से तू मेरे विरोध आया। അവൻ പറഞ്ഞത് ഞാൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. उसने बोला कि मैं आता हूँ परमेश्वर के नाम से है। കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി നൽകിയ, जो है पिछले दिनों में प्रार्थना करने के समय जो जवाब दिया परमेश्वर, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച पिछले दिनों में मेरे लिए काम किया हुआ, ആ ദൈവത്തിന് ഈ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയും. वो परमेश्वर को इस विषय में भी काम कर सकेंगे। ഇന്ന് പകൽക്കാലം എത്ര പേര് അത് വിശ്വസിക്കുന്നു? कितने लोग आज ये विश्वास करते हैं? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥന കേട്ട ദൈവം, पिछले दिनों में मेरा प्रार्थना सुना परमेश्वर, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം मेरे लिए जो काम के परमेश्वर ഈ വിഷയങ്ങളുടെ മേലും പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? ये विषय में भी काम करे कितने लोग एकदम निश्चय से कर सकते हैं? വരും ദിവസങ്ങളിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം. आने वाले दिनों में भी काम करने वाला परमेश्वर, കാരണം ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. क्योंकि परमेश्वर जो है आज और कल युगानुयुग रहता है। ഈ ദൈവത്തിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. ये परमेश्वर को कुछ अलग नहीं हुआ है। സകല മനുഷ്യർക്കും മാറ്റം സംഭവിച്ചാലും सारे मनुष्य को जो है बदलाव होने के समय ഈ ദൈവത്തിന് മാറ്റമില്ല. ये परमेश्वर को बदलाव नहीं है। അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോടുകൂടെ പറയാം, ऐसा है तो हम ये एकदम निश्चय से हम कहते हैं, അധികാരത്തോടുകൂടെ നമുക്ക് പറയാം, अधिकार से हम कहते हैं, എന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും.
मेरे जो है विषय परमेश्वर जवाब देंगे। എന്റെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുവാൻ ദൈവം ശക്തനാണ്. जो है मुझे जवाब देने के लिए परमेश्वर शक्तिमान है। അവൻ ഉറപ്പോടുകൂടെ പോയി വിജയം നേടി മടങ്ങി വന്നു. वो उस निश्चय से गया और विजय प्राप्त करके आया। ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അവന്റെ സഹോദരങ്ങൾ പോലും ഭയപ്പെട്ട് നിൽക്കുക. मैं सोच रहे थे उनके जो है भाई लोग भी जो है एकदम डरे हुए रहे होंगे। എല്ലാവരും ചിന്തിച്ചത് ഇതോടും കൂടെ ദാവീദ് തീർന്നെന്ന. तो इसके द्वारा वो दाऊद हार गया या फिर खत्म हो गया करके सबको लगा। അഭിഷേകവും അധികാരവും പ്രാപിച്ച വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. तो जो अभिषेक प्राप्त कर व्यक्ति को कोई भी जो हरा नहीं सकता है। ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? तो आज ये कितने विश्वास करते हैं? അവൻ എത്ര പേര് ഉറപ്പോടെ വിശ്വസിക്കുന്നു എന്നെ കരം പിടിച്ച് കൊണ്ടുവന്നത് ദൈവമാണ്? तो आज जो है कितने लोग विश्वास करते हैं कि मुझे हाथ बढ़ाकर परमेश्वर लेके आए हैं। അങ്ങനെയെങ്കിൽ എന്നെ അവസാനത്തോളം നടത്തുവാൻ ദൈവം ശക്തനാണ്. तो मुझे अंत तक जो है लेके जाने वाला परमेश्वर शक्तिमान है। ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തോടുകൂടെ ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? क्या हम उस विश्वास से आज परमेश्वर के हाथ में समर्पण कर सकते हैं? ഇന്ന് ഏത് വിഷയമാണ് ഗോലിയാത്തിനെ പോലെ നമ്മുടെ മുമ്പ് നിൽക്കുന്നത്? आज कौन सा विषय गोलियत के समय हमारे बीच में है? നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ തകർക്കും. हम ये प्रज्ञापन करें कि परमेश्वर के नाम से मैं इसे हटा दूंगा। എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇതിന്റെ മേൽ ജയം നേടും. मेरे परमेश्वर के नाम से मैं इस पे जय प्राप्त करूंगा। ഈ വിഷയം എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ये विषय मुझे जो है हरा नहीं सकती है। കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മറുപടി നൽകിയ ദൈവം पिछले दिनों में मुझे जो है जवाब दिया परमेश्वर। ഇതിലും ഭയങ്കരമായ വിഷയങ്ങളിൽ എനിക്ക് മറുപടി നൽകിയ ദൈവം ये इसी भी जो बड़े बातों में जो मुझे जवाब दिया परमेश्वर, ഈ വിഷയത്തിനും എനിക്ക് മറുപടി നൽകും. तो इसमें भी मुझे जवाब देंगे। എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. तो इसमें मेरे प्रार्थना को जो है उसमें जवाब है। ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് പ്രവർത്തിക്കും. तो हम विश्वास कर परमेश्वर को काम करेंगे। ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് तो जो है आज सुबह जो तुम जिस विषय में तुम्हें बोझ है उसे परमेश्वर के हाथ में देते हुए, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. जो है जो वायदे का परमेश्वर विश्वस्त है, ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. वो परमेश्वर काम कर सकते हैं। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? तो क्या हम जो दे सकते हैं? വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ये विश्वास से क्या हम दे सकते हैं? ക്രിസ്തീയ ജീവിതം ശക്തിയുടെ ജീവിതമാണ്. जो मसीह जिंदगी शक्ति का जिंदगी है, അത് ആമേൻ ബലഹീനയുടെ ജീവിതമല്ല. जो बलहीन का जिंदगी नहीं है, അത് ബലമുള്ളവരുടെ ജീവിതം. वो जो है बल रहने वाले लोगों का जिंदगी है। അത് ബലമുള്ളവരായി ധൈര്യശാലികളായി മുന്നേറാം. वो बल रहकर और एकदम धैर्यपूर्वक हम आगे बढ़े। ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आइए हम अपने आप को परमेश्वर के हाथ में देते हैं। ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. 1 मिनट हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ये हमारे स्वर्गीय पिता परमेश्वर, अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. यह समय का धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. आज सुबह हम अपने आप को आपके हाथ में समर्पण करते हैं। കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവം, पिछले दिनों में हमारी प्रार्थना का जवाब दिया परमेश्वर, ഞങ്ങളുടെ സകല വിഷയത്തിലും ഞങ്ങൾക്ക് ജയം തന്ന ദൈവം, सो हर एक विषय में हमें जय देने वाला परमेश्वर, ഈ ദിവസങ്ങളിലും ആ ശക്തിയോടുകൂടെ മുന്നേറുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. आज भी उस शक्ति के पूर्वक हमें आगे बढ़ाना, इसलिए हम प्रार्थना करते हैं। കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आज भी इन लोगों को प्रभु आपके हाथों में हम समर्पण करते हैं। ആമേൻ. ക്രിസ്തീയ ജീവിതം അത് ശക്തിയുടെ ജീവിതം. मसीह जिंदगी शक्ति का जिंदगी है, അതുകൊണ്ട് ശക്തിയോടെ തന്നെ മുന്നേറുവാൻ इसीलिए शक्ति से आगे बढ़ने के लिए ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. सभी लोगों को हम अनुग्रह की प्रार्थना करते हैं। ഏതെല്ലാം വിഷയങ്ങളിൽ അവർ ബലഹീനരായിരിക്കുന്നു जो कुछ विषय में वो बलहीन होकर रहते हैं, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. वहां पर परमेश्वर की शक्ति जो है काम कर सके, ആ വിഷയത്തിന്റെ മേൽ അവർ വിജയം നേടട്ടെ. वो विषय के ऊपर विजय प्राप्त करे। ഈ ദിവസങ്ങളിൽ അതിന്റെ മറുപടിയുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ इन दिनों में परमेश्वर का जो है नाम महिमा होने के लिए ആമേൻ. പ്രിയ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ये लोग आपके हाथ में समर्पण करके प्रार्थना करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. पिता पुत्र और पवित्र आत्मा के नाम से अधिकार जो है उस नाम से प्रार्थना करते हैं। കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. जो है उनके परमेश्वर जो काम करते हैं, इस परमेश्वर को धन्यवाद देते हैं।
വരും ദിവസങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരമൊരുക്കുന്നതിനായി സ്തോത്രം. आने वाले दिनों में परमेश्वर को महिमा देने के लिए परमेश्वर सहायता कर धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം സകലരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. आज सुबह सभी लोग को आपके हाथ में सौंप करके प्रार्थना करते हैं। അടിയങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. अपने आप को भी आपके हाथ में सौंपा करते हैं। ഇന്ന് പകൽക്കാലം ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. आज सुबह इतना बल दिया धन्यवाद देते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ये प्रार्थना सुनने धन्यवाद देते हैं। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह का अधिकार हुआ नाम से। ആമേൻ.